ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം സുസ്വാഗതം. നാരായണ. കുറച്ച് ദിവസമായിട്ട് ഒരു തിരക്കുകളായിരുന്നു. വലിയ തിരക്കുകൾ ഇന്നലെ കഴിഞ്ഞു. നമ്മുടെ കുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്യപ്പെട്ട ശ്രീമദ് ആനന്ദവനം ഭാരതി സ്വാമികൾ പാലക്കാട് ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എത്തി. രാത്രി വളരെ വൈകിയാണ് അദ്ദേഹം തിരിച്ചു പോയത്. ഇത്രയും നേരം കൂടെ തന്നെ ആയിരുന്നു. രാവിലെ ചിന്മയ മിഷൻ ഹാളിൽ വെച്ച് ധർമാചാര്യ സഭയുടെ ഒരു നല്ല സാർത്ഥകമായിട്ടുള്ളൊരു ഗെറ്റ് ടുഗെദർ ഉച്ചവരെ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 3:30-ക്ക് ശേഷം ഒരു തുറന്ന ജീപ്പിൽ സ്വാമിജിയും ബാക്കിയുള്ളവരൊക്കെ മറ്റ് വാഹനങ്ങളിലൊക്കെ ആയിട്ട് ചിന്മയ മിഷനിൽ നിന്ന് കർണകീയമ്മൻ ക്ഷേത്രത്തിലേക്കും ഹൈസ്കൂളിലേക്കും ഘോഷയാത്രയായി. വലിയ സ്വീകരണമായിരുന്നു വഴിയിലൊക്കെ. അത് കഴിഞ്ഞ് കർണകീയമ്മൻ ഹൈസ്കൂളിൽ വൈകിട്ട് 6 മണിക്ക് ഗംഭീര സമ്മേളനം, ഹിന്ദു മഹാസമ്മേളനം എന്ന് പറയാം. സ്വാമിജിക്ക് സ്വീകരണവും ഒപ്പം മഹാഗുരുപ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയും. ധർമാചാര്യ സഭ ഒരു 7 പ്രഖ്യാപനങ്ങൾ അതിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ തരാം. ഹിന്ദുക്കൾ ഹിന്ദുധർമ്മം രക്ഷിക്കാനായിക്കൊണ്ട് അറിഞ്ഞിരിക്കേണ്ടവയും ആചരിക്കേണ്ടവയുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ ധർമാചാര്യ സഭ, അല്ലെങ്കിൽ അതിനെ സംസ്കാര എന്നുള്ളൊരു മിഷൻ സഹായം ചെയ്ത് 7 പ്രഖ്യാപനങ്ങൾ തയ്യാറാക്കി മഹാമണ്ഡലേശ്വർജിയെ കൊണ്ട് പ്രഖ്യാപനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നലെ ഉണ്ടായിരുന്ന സദസ്സ് 1000-ഓളം ആളുകളുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, മഴയൊക്കെ തിങ്ങി നിൽക്കായിരുന്നു. ഇപ്പോൾ വീഴും എന്ന മട്ടിൽ. പക്ഷേ ഒരു തുള്ളി പോലും പെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല. നല്ല കാറ്റും മേഘങ്ങളും തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ തന്നെയാണ്. അതിൻ്റെ തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്നലെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. 8:30 മണി കഴിഞ്ഞു പരിപാടി കഴിയുമ്പോൾ. 9 മണിയോളമായി. എല്ലാവർക്കും രുദ്രാക്ഷ വിതരണവും എല്ലാം ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഗുരുപ്രവേശം എന്നുള്ള പരിപാടി ഒരു ഗൃഹത്തിൽ ഞങ്ങളെയൊക്കെ കൂട്ടിയിട്ട് പോയി. അവിടെ ഗുരുപ്രതിഷ്ഠ എന്നുള്ളൊരു ചടങ്ങൊക്കെ ചെയ്ത് സത്സംഗം. അത് കഴിഞ്ഞ് എല്ലാവർക്കും കുറച്ച് പേര് അവിടെ പങ്കുചേർന്നവർക്കൊക്കെല്ലാം ഭിക്ഷ അല്ലെങ്കിൽ ഭക്ഷണം. അങ്ങനൊരു സാർത്ഥകമായ വളരെ നല്ലൊരു ദിവസം, എന്താ പറയുക, ഒരു ചരിത്രം ആരംഭിക്കുന്നതാവാം. ഭാവിയിൽ, അടുത്ത ഭാവിയിൽ തന്നെ 1,00,000 ഗൃഹങ്ങളിൽ കേരളത്തിൽ ഗുരുക്കന്മാരെ എത്തിക്കാനായിക്കൊണ്ട് ഉള്ള പ്രയത്നങ്ങളാണ് ചെയ്യുന്നത്. എല്ലാ വീടുകളിലേക്കും ഗുരുക്കന്മാരുടെ വെളിച്ചം എത്തുക, അതാത് ദേശത്തുള്ള ഗുരുക്കന്മാരെ അവിടേക്ക് സ്വീകരിച്ച് അവരെ സൽക്കരിച്ച് അവിടെ സത്സംഗം ചെയ്യുക, ഇതൊരു സംസ്കാരമാക്കി മാറ്റുക. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ഞാൻ തരാം. അപ്പോൾ അങ്ങനൊരു നല്ല ദിവസമായിരുന്നു. അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല, അത്രയും സന്തോഷം. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം ഇപ്പോൾ അഡ്വാൻസായിട്ട് നിങ്ങളോടൊക്കെ പറയണു. ആചാര്യ മഹാമണ്ഡലേശ്വര സ്വാമിജിയും ഇന്നലെ ഉണ്ടായിരുന്ന മറ്റു സ്വാമിജിമാരും എല്ലാവരും നമ്മുടെ ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. മെയ് 31-ാം തീയതി, മെയ് 31 ഒരു ആശ്രമത്തിൻ്റെ 10ാം വാർഷികമാണ്. പിന്നെ വേറെയും ചില വിശേഷങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള പുസ്തകങ്ങളും ബാഗുകളും അതൊക്കെ അന്നത്തെ ദിവസം വിതരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ മെയ് 31 വരാനായിട്ട് എല്ലാവരും തയ്യാറായിക്കോളൂ. പറ്റുന്നവരൊക്കെ വന്നോളൂ. പരമാവധി എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. മഹാമണ്ഡലേശ്വർജിക്ക് സ്വീകരണം, മറ്റ് പാലക്കാടുള്ള സ്വാമിജിമാരൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇപ്പം തന്നെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തോളൂ. സേവ് യുവർ ഡേറ്റ്. തയ്യാറായിക്കോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ പറയാം. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് പ്രവേശിക്കാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 55-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 55-ാം അധ്യായം പ്രദ്യുമ്ന ചരിതമാണ്. നമുക്ക് ഭാഗവതത്തിലേക്ക് വരാം. അപ്പോൾ രുക്മിണീ സ്വയംവരം കഴിഞ്ഞു. രുക്മിണീ സ്വയംവരം വളരെ ഭംഗിയായിട്ട് നമ്മൾ കണ്ടു 2.5 അധ്യായത്തിൽ. അതിനുശേഷം രുക്മിണിക്ക് ഉണ്ടാവുന്ന മൂത്ത പുത്രനാണ് പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നോൽപ്പത്തി ചരിതമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങൾ. 2 അധ്യായങ്ങളിലൂടെ സമന്തകോപാഖ്യാനം, അതിൽ ഭഗവാന്റെ 2 വിവാഹങ്ങൾ, പിന്നീട് ഒരധ്യായത്തിൽ 5 വിവാഹങ്ങൾ, പിന്നീട് നരകാസുരവധം കഥയും 16,000 കന്യകമാരെ വിവാഹം കഴിക്കുന്നതൊക്കെ ആയിട്ടുള്ള കഥകളായിട്ട് 59-ാം അധ്യായം വരെ ഭഗവാന്റെ വിവാഹ കഥകളാണ്. ഇപ്പം നമുക്കിപ്പോൾ 55-ാം അധ്യായം ആദ്യം വായിക്കാം, പ്രദ്യുമ്ന ചരിതം. എന്നിട്ട് കഥയിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പഞ്ചപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. കാമസ്തു വാസുദേവാംശോ
ദഗ്ധഃ പ്രാഗ്രുദ്രമന്യുനാ ദേഹോപഭക്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത. സ ഏവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യസമുദ്ഭവഃ പ്രദ്യുമ്നൈതി വിഖ്യാതഃ സർവതോ നവമഃ പിതുഃ. തം ശംബരകാമരൂപീ ഹൃത്വാ തോകമനിർദശം സ വിദിത്വാത്മനഃ ശത്രും പ്രാസ്യോദന്വത്യഗാഗൃഹം. തം നിർജഗാര ബലവാൻ മീനഃ സോപ്യപരൈഃ സഹ വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവിഭിഃ. തം ശംബരായ കൈവർത്താഃ ഉപാജഹ്രുരുപായനം സൂതാ മഹാനസം നീത്വാ വദ്യൻ സ്വദിദിനാദ്ഭുതം. ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്यै നിവേദയൻ നാരദോ ഗതയത് സർവം തസ്യാഃ ശങ്കിതചേതസഃ. ബാലസ്യ തത്വമുൽപത്തിം മത്സ്യോദരനിവേശനം സാ ച കാമസ്യ വൈ പത്നി രതിർനാമ യശസ്വിനി. പത്യുർനിർദഗ്ധദേഹസ്യ ദേഹോൽപത്തിം പ്രതീക്ഷതി നിരൂപിതാ ശംബരേണ സാ സൂപൗദനസാധനെ. കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭഗേ നാതിദീർഘേണ കാലേന സ കാർഷ്ണീരൂഢയൗവനഃ. ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം സാ തം പതിം പദ്മദളായ ദക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം. സവ്രീഡഹാസോത്തഭിദബ്രുവേക്ഷതി പ്രീത്യോപദസ്ഥേ രതിരംഗസൗരതൈഃ. താമാഹ ഭഗവാൻ കാർഷ്ണിഃ മാതസ്തേ മതിരന്യഥാ മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീ യഥാ. രതിരുവാച ഭവാൻ നാരായണസുതഃ ശംബരേണാഹൃതോ ഗൃഹാത് അഹം തേ അധികൃതാ പത്നി രതിഃ കാമോ ഭവാൻ പ്രഭോ. ഏഷ ത്വാ നിർദശം സിന്ധൗ അക്ഷിപത് ശംബരോസുരഃ മത്സ്യോഗ്രസീത് തദുദരാത് ഇഹ പ്രാപ്തോ ഭവാൻ പ്രഭോ. തമിമം ജഹി ദുർധർഷം ദുർജയം ശത്രുമാത്മനഃ മായാശതവിദം ത്വം ച മായാഭിർമോഹനാദിഭിഃ. പരിശോചതി തേ മാതാ കുരരീവ ഗതപ്രജാ പുത്രസ്നേഹാകുലാദീനാ വിവത്സാ ഗൗരിവാതുരാ. പ്രഭാഷ്യൈവം ദദൗ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതി മഹാമായാം സർവമായാവിനാശിനീം. സ ച ശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയത് അവിഷഹ്യൈസ്തം ആക്ഷേപൈഃ ക്ഷിപൻ സഞ്ജനയൻ കലിം. സോധിക്ഷിപ്തോ ദുർവചോഭിഃ പാദാഹതൈവോരഗഃ നിശ്ചക്രാമഗദാപാണിഃ അമർഷാത്താമ്രലോചനഃ. ഗദാമാവിദ്യ തരസാ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വ്യനതന്നാദം വജ്രനിഷ്പേഷനിഷ്ഠുരം. താമാപദന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗദയാ ഗദാം അപാസ്യ ശത്രവേ ക്രുദ്ധഃ പ്രാഹിണോത്സ്വഗദാം നൃപ. സ ച മായാം സമാശ്രിത്യ ദൈതേയീം മയദർശിതാം മുമുചേ അസ്ത്രമയം വർഷം കാർഷ്ണൗ വൈഹായസോസുരഃ. ബാധ്യമാനോസ്ത്രവർഷേണ രൗക്മിണേയോ മഹാരഥഃ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനീം. തദോ ഗൗഹ്യകഗാന്ധർവപൈശാചോരഗരാക്ഷസീഃ പ്രായുങ്ക്ത സദസോ ദൈത്യഃ കാർഷ്ണിർവ്യധമയത് സതാഃ. നിഷാദം അസിമുദ്യമ്യ സ കിരീടം സ കുണ്ഡലം ശംബരസ്യ ശിരക്കായാത് താമ്രസ്മസ്രോജസാഹരത്. ആഗീര്യമാണോ ദിവിജൈഃ സ്തുവദ്ഭിഃ കുസുമോത്കരൈഃ ഭാര്യയാംബരചാരിണ്യാ പുരം നീതോ വിഹായ സ
അന്തഃപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശപത്ന്യാ ഗഗനാത് വിദ്യുതേവ ബലാഹകഃ തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലങ്കൃതമുഖാംബോജം നീലവക്രാളകാളിഭിഃ കൃഷ്ണം മത്വാ സ്ത്രിയോ ഹ്രീതാ നിലില്യുഃ തത്ര തത്രഃ അവധാര്യ ശനൈരീഷദ്വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മുഃ പ്രമുദിതാഃ സസ്ത്രീരത്നം സുവിസ്മിതാഃ അദ തത്രാസിതാപാംഗീ വൈദർഭീ വൽഗുഭാഷിണീ അസ്മരത് സ്വസുതം നഷ്ടം സ്നേഹസ്നുതപയോധര കോന്വയം നരവൈഡൂര്യഃ കസ്യ വാ കമലിക്ഷണഃ ധൃതഃ കയാ വാ ജഠരേ കേയം ലബ്ധാ ത്വനേന വാ മമ ചാപ്യാത്മജോ നഷ്ടോ നീതോ യഃ സൂതികാഗൃഹാത് ഏതത്തുല്യവയോ രൂപോ യതി ജീവതി കുത്രചിദം കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വനഃ ആകൃത്യാവയവൈർഗത്യാ സ്വരഹാസാവലോകനൈഃ സ്വയേവ വാ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോർഭഗഃ അമുഷ്മിൻ പ്രീതിരധികാ വാമസ്ഫുരതി മേ ഭുജഃ ഏവം ഇമാം സമാനായാം വൈദർഭ്യാം ദേവകീസുതഃ ദേവക്യാനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമത് വിജ്ഞാതാർത്തോപി ഭഗവാൻ തൂഷ്ണീമാസ ജനാർദ്ദനഃ നാരദോ ഗദയത് സർവം ശംബരാഹരണാദികം തത്ശ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തഃ പുരയോഷിതഃ അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടം മൃതമിവാഗതം ദേവകീ വസുദേവശ്ച കൃഷ്ണരാമൗ തഥാ സ്ത്രിയഃ ദമ്പതീ തൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം നഷ്ടം പ്രദ്യുമ്നമായാതം ആകർണ്യദ്വാരകൗകസഃ അഹോ മൃതൈവായാതോ ബാലോ ദിഷ്ട്യേതിഹാബ്രുവൻ യം വൈ മുഹുഃ പിതൃസരൂപ നിജേശഭാവാഃ തന്മാതരോ യദഭജൻരഹരൂഢഭാവാഃ ചിത്രം ന തഖലു രമാസ്പദബിംബബിംബേ കാമേ സ്മരേക്ഷി വിഷയേ കിമുദാന്യനാര്യഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പ്രദ്യുമ്നോൽപത്തി നിരൂപണം നാമ പഞ്ചപഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ രുക്മിണി സ്വയംവരം 11 ക്ലാസ് എടുത്തിട്ടാണ് അല്ലേ രുക്മിണി സ്വയംവരം 2.5 അധ്യായം നമ്മൾ വിശദമായി കണ്ടത്. ഭഗവാൻ ഭീഷ്മകപുത്രിയായ രുക്മിണിയെ രാക്ഷസ വിധിപ്രകാരം എങ്ങനെയാണ് അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചത് എന്നുള്ള പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് വളരെ വിശദമായി ശ്രീശുക ബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എത്ര ജന്മങ്ങൾ എടുത്താലും വ്രതം കൊണ്ട് തൻ്റെ ശരീരത്തെ കർഷിപ്പിച്ച് ഭഗവാനെ പ്രാപിക്കുന്നത് വരെ തൻ്റെ തപസ് തുടരും, തന്നെ മറ്റ് ശിശുപാലാദികൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ സന്ദേശം ഭഗവാനെ അറിയിച്ച, തൻ്റെ നിശ്ചയത്തെ അറിയിച്ച ആ ദേവിയെപ്പോലെ നമ്മുടെ മനസ്സും ആ ഭഗവാനിൽ തന്നെ ഉറക്കട്ടെ. ആ ഭഗവാനെ തന്നെ നമ്മുടെ രക്ഷകനായി, നമ്മുടെ പതിയായി, നാഥനായി എന്നും മനസ്സിൽ നിശ്ചയിക്കുക. ഭഗവാൻ മാത്രമാണ് നമുക്ക്
എന്നും കൂടെയുള്ളത്, എന്നും രക്ഷയായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അനിത്യം, അസുഖം. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തിൽ ഭജിക്കത്തക്കതായിട്ട് ഒന്നുമില്ല. ആകെയുള്ളത് ഭഗവാനാണ്. ഭഗവാൻ മാത്രമാണ് ഭജനീയൻ. നിത്യനും ആനന്ദസ്വരൂപനും. അപ്പോൾ ആ ഭഗവാനെ ഭജിക്കുക, മനസ്സ് ഭഗവാനിൽ ഉറക്കട്ടെ. അപ്പോൾ ഭഗവാന്റെ ആ വിവാഹ ആഘോഷം ഭംഗിയായിട്ട് അവസാന ഭാഗത്ത് വർണ്ണിച്ചു. ഭഗവാൻ ലക്ഷ്മീദേവി തന്നെയായ രുക്മിണിയോടുകൂടി വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ആ ദ്വാരകാപുരിയിൽ സർവ്വ ഐശ്വര്യങ്ങളും വർദ്ധിച്ചു വന്നു. എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം അഥവാ രുക്മിണി സ്വയംവരം 54-ാം അധ്യായം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ആ രുക്മിണിക്കും ഭഗവാനും കൂടി പ്രദ്യുമ്നൻ പുത്രനായിട്ടുണ്ടായ കഥയാണ് ഈ 55-ാം അധ്യായം. പ്രദ്യുമ്ന ചരിതം, പ്രദ്യുമ്നോൽപത്തി നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച കാമസ്തു വാസുദേവാംശോ ദഗ്ധഃ പ്രാഗ്രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത. ശ്രീശുക ഉവാച കാമസ്തു വാസുദേവാംശോ ദഗ്ധഃ പ്രാഗ്രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത. അപ്പോൾ സുഖബ്രഹ്മർഷി രുക്മിണിയുടെയും ഭഗവാന്റെയും ആ ദാമ്പത്യ വല്ലരി പൂത്ത അല്ലേ, ദാമ്പത്യ വല്ലരിയിൽ നിന്നുണ്ടാകുന്നതാണ് സന്തതികൾ. സന്തതികളാകുന്ന ഫലങ്ങൾ. അപ്പോൾ ഇവിടെ ആ കഥയാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ മറ്റ് വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കാമനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രദ്യുമ്നനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. ശ്രീ ശുക ഉവാച കാമഃ തു വാസുദേവാംശോ ദഗ്ധഃ പ്രാഗ്രുദ്രമന്യുനാ ദേഹോപപത്തയേ ഭൂയഃ തം ഏവ പ്രത്യപദ്യത. ഇവിടെ കാമൻ എന്നുള്ള ആ കാമദേവനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. കാമദേവൻ വാസുദേവാംശമായിരുന്നു ആണ്. കാമസ്തു വാസുദേവാംശ. കാമൻ സാക്ഷാൽ ഭഗവാന്റെ അംശം തന്നെയാണ്. ഈ ലോകമെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാകുന്നതാണ് അല്ലേ കാമം. ഭഗവാന്റെ പൂർണ്ണതയിൽ നിന്ന് ഭഗവാൻ ഒരു സങ്കല്പം ചെയ്യുന്നു. അതിനെ വേദം പറയുന്ന ഭാഷ തന്നെ സോ കാമയത ബഹുസ്യാം പ്രജായേതി. അപ്പൊ ഏകനും അദ്വിതീയനുമായിരുന്ന പൂർണ്ണനായിരുന്ന ആ ബ്രഹ്മതത്വം സ്വയം സങ്കൽപ്പിച്ചു, കാമിച്ചു, ഇച്ഛിച്ചു എന്ന് പറഞ്ഞാണ് വേദം ആരംഭിക്കുന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ പലതായി തീരട്ടെ എന്ന്. അപ്പൊ കാമിക്കുക എന്നുള്ളത്, ഇച്ഛിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രിവിലേജാണ്. അതൊരു ദോഷമൊന്നുമല്ല. നമ്മൾ ജീവനോടെ കൂടെ ഉണ്ട്, നമ്മളിൽ ചൈതന്യമുണ്ട് എന്നതിൻ്റെ തെളിവാണ് നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ കല്ലുപോലെയാണ് അല്ലേ, ഇനേർട്ടാണ്, ജഡവസ്തുക്കളെ പോലെയാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ എങ്ങനെയുള്ളതാവണം എന്നും കൂടി ഭഗവാന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ കാമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ലീലയാണ്. ഭഗവാന്റെ കാമം സ്വയം തൻ്റെ പരിപൂർണതയെ, തൻ്റെ വൈഭവത്തെ, തൻ്റെ മഹത്വത്തെ താൻ തന്നെ ആസ്വദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ തന്നിൽ ഒരുപാട് ശക്തികൾ അടങ്ങിക്കിടപ്പുണ്ട്. അവയെല്ലാം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സെൽഫ് എക്സ്പ്രഷൻ, അതാണ് ഭഗവാന്റെ കാമം.
അപ്പം നമ്മുടെ ഉള്ളിലും ഈ സെൽഫ് എക്സ്പ്രഷനായിട്ടുള്ള കാമങ്ങളുണ്ട്. ആ കാമം ധാർമ്മികമായിട്ടുള്ള കാമം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതായിട്ടുള്ള അനേക ശക്തികൾ അത് പ്രകടിപ്പിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വെമ്പൽ ഉണ്ട്, ഏർജ് ഉണ്ട്. അത് സഹജമായിട്ടുള്ളതാണ്. അത് ലോകത്തിന് എന്താ പറയുക, ഹാനി ഉണ്ടാക്കുന്ന രീതിയിലാവരുത് നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ തന്നെ വിഭൂതിയാണ് കാമം. ആ കാമം എങ്ങനെയുള്ള കാമം? ധാർമ്മികമായിട്ടുള്ള കാമം. ഭഗവാൻ ഗീതയിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. 7-ാം അധ്യായത്തിലും ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് കുറച്ചൊക്കെ പറയുന്നുണ്ട്. 10-ാം അധ്യായമാണ് അനേക വിഭൂതികളെ വിസ്തരിച്ച് പറയുന്നത്. 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും ഭഗവാൻ തൻ്റെ മഹാത്മ്യം പറയുന്നുണ്ട്, വിഭൂതികളെക്കുറിച്ച് പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോഹോ എന്നൊക്കെ പറയുന്ന, അതുപോലെ പല ഭഗവാന്റെ വിഭൂതികളെ, വിഭൂതി എന്ന് പറഞ്ഞാൽ വിശേഷ പ്രകാശത്തെ, വിശേഷ ശക്തികളെ, മഹാത്മ്യത്തെ ഒക്കെ വിളിച്ചു പറയണം. അപ്പം അതിൽ ഒന്നാണ് പറയുന്നത്, ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതവംശത്തിലെ ശ്രേഷ്ഠനായ അർജുന, അഹം കാമഹ അസ്മി, ഞാൻ കാമനാകുന്നു. എങ്ങനെയുള്ള കാമൻ? ഭൂതേഷു ധർമ്മ അവിരുദ്ധ കാമഹ. എല്ലാ ഭൂതങ്ങളിലും ധർമ്മ അവിരുദ്ധമായിട്ടുള്ള കാമം. ധർമ്മ അവിരുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മവിരുദ്ധമല്ലാത്തത്, ധാർമ്മികമായത്. എന്താണ് ധർമ്മം? ധർമ്മം ശങ്കരാചാര്യരുടെ വ്യാഖ്യാനമാണ് ഏറ്റവും നല്ലത്. ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനും ജഗതഃ സ്ഥിതി കാരണം എങ്ങനെയായാൽ ഈ ലോകം നിലനിൽക്കുമോ അതുപോലെ പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. പ്രാണികൾക്ക്, എല്ലാ ജീവജാലങ്ങൾക്കും അഭ്യുദയം എന്ന് പറഞ്ഞാൽ ക്ഷേമം, വൃദ്ധി, ഇപ്പോഴുള്ളതിലും വെച്ച് കുറെ കൂടി ബെറ്ററായിട്ടുള്ള സാഹചര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ എല്ലാം ആയിക്കോട്ടെ. അഭ്യുദയം, നിശ്രേയസം. നിശ്രേയസം എന്ന് പറഞ്ഞാൽ അവരുടെ ശാന്തിക്കും സ്വാതന്ത്ര്യത്തിനും എന്താ പറയുക, മാനസികമായിട്ടുള്ള ഒരുതരം പീഡകളും ബാധിക്കപ്പെടാത്തതായിട്ടുള്ള അവസ്ഥയാണ് നിശ്രേയസം. പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം, ആനന്ദം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യത്തിനും ആനന്ദിക്കാനും അർഹതയുണ്ട്. അതിനുള്ള സാഹചര്യം ഈ ലോകത്തുണ്ട്. അതിന് നമ്മൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലോ മറ്റൊരാളുടെ ആനന്ദത്തിലോ നമ്മൾ ആക്രമിക്കുന്നതാണ് ഹിംസ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുന്നതാണ് ഹിംസ. അതെങ്ങനെ വേണമെങ്കിലാവാം. അത് ശാരീരികം മാത്രമല്ല, മാനസികമായിട്ടും വാചികമായിട്ടും പലതരത്തിൽ നമുക്ക് ആളുകളെ പീഡിപ്പിക്കാം. ഒരു നോട്ടം കൊണ്ട് ആളുകളെ വേദനിപ്പിക്കാം, ഒരു വാക്കുകൊണ്ട് ആളുകളെ ഹൃദയം പിളർക്കാം, വല്ലാതെ വേദനിപ്പിക്കാം. അതാണ് ധാരാളമായിട്ട് നടക്കുന്നത്. പരസ്പരം ഒരു നിയന്ത്രണവും ഇല്ലാതെ എന്ത് വാക്കുകളും പ്രയോഗിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുക. ഇത് നമുക്ക് സഹജമായിട്ട് എന്താ പറയുക, ശീലമായിരിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നർത്ഥം. നമുക്ക് എല്ലാവർക്കും സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നുണ്ടത്. എങ്ങനെ ഉണ്ടായി എന്നറിയുന്നില്ല, അല്ലേ? ജന്മാന്തരങ്ങളിൽ നിന്നോ ഈ മനുഷ്യജന്മത്തിൽ തന്നെ ആർജിച്ചതാണോ? അപ്പോൾ നമ്മളത് കുട്ടികൾക്ക് മുതൽക്ക് പറഞ്ഞു തുടങ്ങണം. പക്ഷേ നമ്മുടെ കുട്ടികൾ എവിടുന്നാണ് കേട്ട് പഠിക്കുന്നത്? നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമാണ്. ഇന്നത്തെ അല്ലേ നമ്മുടെ വേടന്റെ പാട്ടൊക്കെ കേൾക്കാൻ വിട്ടാൽ മതി കുട്ടികൾ നന്നാവാൻ. എന്തൊക്കെ വൃത്തികേടുകളാണ് പറയണത്.
അയാൾ പാടുന്നതേ നല്ല കഞ്ചാവ് അടിച്ചിട്ടാണ്. കഞ്ചാവ് അടിച്ച് പിടിച്ചതാണ് അയാളെ, കഞ്ചാവ് കൈവശം വെച്ചിട്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സ്വാർത്ഥത കൊണ്ട് അയാളെ ഉപയോഗിക്കുകയാണ്. അയാളെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, ഒരു അംബാസഡറാക്കി മാറ്റിയിരിക്കണം കേരള ഗവൺമെൻറ്. എന്താ പറയുക, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അയാൾ പറയുന്ന ഓരോ വൃത്തികേട് വാക്കുകൾ കുട്ടികൾ കേട്ടുകഴിഞ്ഞാൽ, ഒരു വേടൻ എന്ന് പറഞ്ഞിട്ട് പാട്ടുകാരൻ ഇറങ്ങിയ ഒരു റാപ്പർ എന്നിട്ട്, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയണ്ട, ഭാഗ്യം. ഞാനും പലരും പറഞ്ഞിട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ ഇതിലൊക്കെ വരുന്നുണ്ട് ധാരാളമായിട്ട്, ഫേസ്ബുക്കിലൊക്കെ റീൽസായിട്ട് വരുന്നുണ്ട് അയാളുടെ. നല്ല നല്ല വാക്കുകളാണ് ഡിക്ഷണറിയിലേക്ക് നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇന്നത്തെ ഇന്നലെ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പാലക്കാട് കോട്ടമൈതാനത്ത് ഒരു 10,000-15,000 ചെറുപ്പക്കാർ ഇയാളെ കാണാൻ വേണ്ടി കാത്തുകിടന്ന് ബഹളമുണ്ടായി, തല്ലും അടിയും ആശുപത്രിയിലും ഒക്കെ ആയിട്ടുണ്ട്. 10-30 പേരോളം ആശുപത്രിയിൽ. കുറേ മുതൽ നശിപ്പിച്ചു, പൊതുമുതൽ. എന്നിട്ട് അവർക്ക് പാട്ട് കേൾക്കാനും പറ്റിയില്ല. അയാളെന്തോ 3 പാട്ടും പാടിയിട്ട് പോയി. കാരണം ഈ ബഹളം കാരണം പോലീസ് ലാത്തി വീശലും ഒക്കെ ആയിട്ട്. ഇന്നലെ പാലക്കാട് നടന്ന വലിയ ബഹളമാണ്. അവരെയൊക്കെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്താൽ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും ആഗമാനന്ദ സ്വാമികളും നിർമ്മലാനന്ദ സ്വാമികളും അനേക മഹാത്മാക്കൾ പ്രയത്നം ചെയ്ത് ആ ജാതി വിവേചന സ്വഭാവം മനുഷ്യരുടെ ഇടയിലുള്ളതിനെ ദൂരീകരിക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ നമ്മുടെ ജീവിത രീതി കൊണ്ടും കുറേ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പലരുടെയും ഉള്ളിൽ ഈ ജാതി സ്വഭാവങ്ങളുണ്ട്, അറിവില്ലാത്ത ആളുകൾക്ക്. ഒട്ടും അറിവില്ലാത്ത ആൾക്കാർക്കാണ് ഈ വിവേചന ബുദ്ധി ഉള്ളത്. ഞാൻ ശ്രേഷ്ഠനാണ്, മറ്റുള്ളവർ മോശക്കാരാണ് എന്നുള്ളത് എന്താ പറയുക, ഒന്നുകിൽ ഭൗതികമായിട്ട് നന്നായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വേണ്ട പോലെ പഠിച്ചാൽ മനസ്സിലാവും. 2 വഴിക്കും തിരിയാം. ഇത് രണ്ടും ഇല്ലാതെ ആകെ കൂടി നമുക്ക് ഇതേ ഉള്ളൂ കേമത്തെന്ന് പറഞ്ഞ് അതും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വേറൊന്നുമില്ലേ, എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തമായിട്ടുണ്ട് എന്ന് പറയാൻ മുമ്പ് വേദജ്ഞാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമ്പത്തുണ്ടായിരുന്നു, നല്ല സ്വഭാവ മഹിമകളുണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും ഇരിക്കട്ടെ, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ജാതി മഹിമ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയുക, ഇനിയും ഒരു തലമുറ കൂടി കഴിയണം മുഴുവനായിട്ട് പോകാൻ. അതുപോലെ സർക്കാർ ജാതി ചോദിക്കുന്നത് നിർത്തണം. സർക്കാരുടെ രേഖകളിൽ നിന്ന്, സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും, അതുപോലെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും എന്താണ് ജാതി എന്ന് ചോദിക്കുന്നത് നിർത്തണം. നമ്മളാകെ കൂടി ഒരേ ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. ജാതി എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ള ഭേദം എന്നാണ്. എന്ത് ഭേദമാണുള്ളത്? മൃഗങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യർ വ്യത്യസ്തരായിരിക്കുന്നു. പക്ഷികളിൽ നിന്ന്, മത്സ്യങ്ങളിൽ നിന്ന്, അപ്പോൾ ഓരോന്ന് വൃക്ഷങ്ങളിൽ നിന്ന്, ഇതെല്ലാം ഓരോ ജാതികളാണ്. അപ്പോൾ അതുപോലെ മനുഷ്യജാതി എന്നേ ഉള്ളൂ. ജനിച്ച കുട്ടികളെല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കണം. ഒരു ആശുപത്രിയിൽ, ഒരു മറ്റേണിറ്റി ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു 50 അമ്മമാർ ഒരു ദിവസം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ കിടത്തിക്കഴിഞ്ഞാൽ ഇതിലേത് അമ്മയുടെ ഏത് കുട്ടിയെന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല. എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ മാറിപ്പോയാൽ ഒന്നും അറിയാൻ പോകില്ല. അപ്പോൾ അവർ ഏത് ജാതിയാണ്? ഇന്ന് നമ്മൾ കാണുന്ന ജാതികൾ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ജാതികളിൽ നിന്ന് ഒരു കുട്ടി ഒരമ്മയ്ക്ക് മാറിപ്പോയാൽ, ആ അമ്മ വളർത്തിയാൽ
ആ കുട്ടി ആ ജാതിയായിട്ട് വളരും, മാറിപ്പോയ മറ്റേ കുട്ടി മറ്റേ ജാതിയായിട്ട് വളരും. നമ്മളുണ്ടാക്കിയ കൃത്രിമ ജാതി. ജാതി കൃത്രിമമാണ്, മനുഷ്യനിർമ്മിതമാണ്. പണ്ട് മനുഷ്യൻ സമൂഹജീവിയാണ്, ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചു. അവൻ്റെ സെക്യൂരിറ്റിക്കും അവൻ്റെ വംശ അഭിവൃദ്ധിക്കും. ആഹാര, നിദ്ര, ഭയ, മൈഥുനം എന്നുള്ളതിൽ ഭയം, മൈഥുനം, ഈ രണ്ട് കാര്യങ്ങൾക്ക് സോഷ്യലായിരിക്കണം നമ്മൾ. ആഹാരം വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കും പോയിട്ട് എവിടെന്നെങ്കിലുമൊക്കെ പ്രകൃതിയിൽ നിന്ന് ആർജിക്കാം. നിദ്രയും വേണമെങ്കിൽ സൗകര്യമുള്ള എവിടെയെങ്കിലുമൊക്കെ കിടന്നുറങ്ങാം. പക്ഷെ ഭയമുണ്ട് നിദ്രയ്ക്ക് മുമ്പ്. ഞാൻ ഉറങ്ങുന്ന സ്ഥാനം എനിക്ക് സുരക്ഷിതമാകണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് ചുറ്റും വേറെയും ആളുകളുണ്ടെങ്കിൽ എനിക്ക് കാവലുണ്ട്, എനിക്ക് സുരക്ഷിതമായിട്ടൊരു വീട്, ഗൃഹം, താമസ സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് സുരക്ഷിതത്വമുണ്ട്. അപ്പം അങ്ങനെ ഭയത്തിൽ നിന്നാണ് എല്ലാ ജന്തുക്കളും സമൂഹമായി ജീവിക്കുന്നത്. അതുപോലെ വംശ അഭിവൃദ്ധി, ഇതും ഒരു ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കൂട്ടമായിട്ട് എല്ലാ ജന്തുക്കളും താമസിക്കുന്നത്. അപ്പോൾ മനുഷ്യരും അങ്ങനെ താമസിച്ചു. ഒരേ തരം തൊഴിൽ ചെയ്തവർ, ഒരു കുലം അല്ലെങ്കിൽ ഗോത്രം അല്ലെങ്കിൽ വംശം എന്നൊക്കെ തിരിഞ്ഞ് ഓരോ ദേശത്തും ഓരോ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്രയേ ഉള്ളൂ. എല്ലാവരും മനുഷ്യർ തന്നെയായിരുന്നു. ഓരോരോ കാലത്ത് ഓരോ ദേശത്ത് ഓരോ തൊഴിൽ ചെയ്തപ്പോൾ അവർക്ക് വന്നു ചേർന്ന പേരുകളാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ജാതികളൊക്കെ. ഇന്ന തൊഴിൽ ചെയ്യുന്നവർ ഇന്ന ജാതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ തൊഴിലുകളൊക്കെ മാറി. കുലത്തൊഴിൽ എന്ന് പറയാൻ ആരും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചിലരുണ്ട് പൂർവികർ ചെയ്ത അതേ തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ അപൂർവം ആളുകളാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. ബാക്കിയെല്ലാം എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി, എല്ലാ തൊഴിലും തിരഞ്ഞെടുക്കാൻ തുടങ്ങി. എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസത്തോ ഇപ്പോൾ ഏറ്റവും താഴെക്കടയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും ഉണ്ട്. ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാതിരുന്നവരൊക്കെ നല്ലോണം വിദ്യാഭ്യാസം ആർജിക്കുന്നുണ്ട്. അവരേത് തൊഴിലിനും തയ്യാറുമാണ്. അപ്പോൾ എല്ലാ രംഗത്തും എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഇപ്പം എല്ലാവരും എല്ലാ തൊഴിലും ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പഴയ പേരുകൾ വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം നമ്മുടെ ഓരോരോ പേരുകൾ അല്ലേ, വർമ്മ, ശർമ്മ, ഗുപ്ത എന്നൊക്കെയുള്ള പേരുകൾ ആ തൊഴിൽ ചെയ്തവർക്കുള്ളതായിരുന്നു. ബ്രാഹ്മണ ജീവിതം നയിച്ചവർക്കുള്ളതാണ് ശർമ്മ എന്നുള്ള പേര്. ഇന്നിപ്പോൾ ആ ജീവിതമല്ല, വൈശ്യ ജീവിതവും ശൂദ്ര ജീവിതവും നയിക്കുന്നവരെങ്ങനെയാണ് ശർമ്മയാവുക? വർമ്മ എന്ന് പറഞ്ഞത് ക്ഷത്രിയ സ്വഭാവം കാണിക്കണം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ധർമ്മ, രക്ഷ, സന്നദ്ധത, സമൂഹത്തിന് വേണ്ടി തൻ്റെ പ്രാണനെ വരെ ത്യജിക്കാൻ തയ്യാറാവുക, അങ്ങനെയുള്ള സേവന സന്നദ്ധത, ഇതൊക്കെ ഉള്ളവരാണ് യഥാർത്ഥ വർമ്മമാർ. സമൂഹത്തെ രക്ഷിക്കുന്നവർ, കവചം തീർക്കുന്നവർ. കവചമാണ് വർമ്മ. അപ്പം അതില്ലാത്ത ആളുകൾ എങ്ങനെ വർമ്മയാവും? അല്ലേ? കച്ചവടം ചെയ്യാത്തവരെങ്ങനെ ഗുപ്തമാരാവും? അതുപോലെ ഇപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ പല പേരുകൾ, ചതുർവേദി, ദ്വിവേദി, ത്രിവേദി, ഇങ്ങനെയൊക്കെ പേരുകൾ ബംഗാളിലും മറ്റ് വടക്കേന്ത്യയിലൊക്കെ പല പേരുകളുണ്ട്. ഇതൊക്കെ അവർ ആ വേദം അഭ്യസിച്ചത് കൊണ്ടാണ്. 3 വേദങ്ങൾ അഭ്യസിച്ചവർ ത്രിവേദി, 2 വേദം അഭ്യസിച്ചവർ ദ്വിവേദി, അതുപോലെ വാജപേയി, സോമയാജി എന്നൊക്കെയുള്ള പേരുകളുണ്ട്. അക്കിത്തം, ഇതൊക്കെ ആ ഓരോരോ യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തതിൻ്റെ പേരിൽ വന്നു ചേരുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അനന്തരാവകാശികൾക്കും പേരിടുന്നത് വളരെ വിഡ്ഢിത്തരമാണ്, അർത്ഥരഹിതമാണ്. അച്ഛൻ ഡോക്ടറായിരുന്നാൽ മകനും ഡോക്ടറാവോ? അച്ഛൻ വക്കീലായിരുന്നാൽ മകനും വക്കീലാവോ? അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഈ കാര്യത്തിലൊക്കെ നല്ലോണം ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ജാതി എന്നുള്ളതായിട്ടുള്ള ഒരു പഴയ വിഴുപ്പ്, നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നതായിട്ടുള്ള ആ വിഴുപ്പിനെ നമുക്ക് അകറ്റാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും തുല്യരായി കാണുക. പിന്നെ നമുക്ക് വൃത്തിയും വെടുപ്പും അനുസരിച്ച് മാത്രമേ നമുക്ക് ആളുകളോട് കൂടുതൽ അടുക്കാനും, അതിന് ശൗചം എന്നുള്ളതായിട്ടുള്ള ധർമ്മമുണ്ട്.
ആ ശൗചം നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും വേണം. വൃത്തിയും വെടുപ്പും സംസ്കാരവും എല്ലാവർക്കും നമുക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. മത്സ്യമാംസാദികൾ കഴിക്കാത്തവർക്ക് അത് കഴിക്കുന്നവരുടെ ഭക്ഷണം അവരുടെ കൂടെ പോയിരുന്ന് കഴിക്കാൻ വിഷമമുണ്ട്. അത് ഏത് ജാതിയായാലും കുഴപ്പമില്ല. സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ പോലും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലാണെങ്കിലും അവർ മത്സ്യമാംസാദികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. അതുപോലെയുള്ളൂ മറ്റുള്ളിടത്തും. അങ്ങനെ കരുതണം. അപ്പം അങ്ങനെ ജാതി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന്, ഹിന്ദുക്കളുടെ മനസ്സിൽ നിന്ന് പോകണം. യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ടുള്ളത് നമ്മുടെ വർണ്ണാശ്രമ വ്യവസ്ഥയാണ്. അതിന്നിപ്പോൾ ആ പേര് പറയുമ്പോഴേക്കും ആളുകൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു. കാരണം അതെന്താണെന്ന് അറിയാത്തത് കൊണ്ട്. ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള വ്യവസ്ഥയാണ് വർണ്ണവ്യവസ്ഥ. ഓരോരുത്തരുടെയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അയാൾ ഇന്ന വർണ്ണം എന്ന് പറയുന്നത്. എന്താണോ അയാളുടെ ഗുണം, അയാളുടെ സ്വഭാവം, അയാൾ ചെയ്യുന്ന കർമ്മം. അയാൾ അധ്യാപനം അധ്യയനം, അധ്യാപനം, അതുപോലെ യജനം, യാചനം, ദാനം മുതലായതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ജീവിത രീതി, അയാളുടെ സ്വഭാവം സത്വഗുണ പ്രധാനിയാണ്. അയാൾ ബ്രാഹ്മണനാണ്. അത് ആരായാലും, അത് ആരുടെ മകനായി ജനിച്ചാലും ഇതാണ് സ്വഭാവമെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ്. അതുപോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുക, എല്ലാവർക്കും നീതി ഉറപ്പാക്കുക, ധർമ്മപരിപാലനം ചെയ്യാൻ മുന്നിൽ നിൽക്കുക, എല്ലായിടത്തും ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരെയാണ് ക്ഷത്രിയന്മാരെന്ന് പറയുന്നത്. ആരായിക്കോട്ടെ, ആരുടെ മകനായി ജനിച്ചോട്ടെ. അതുപോലെ കച്ചവടത്തിൽ, കൃഷി, ഗോരക്ഷ, വാണിജ്യം, പ്രൊഡക്ടിവിറ്റി, ഇൻഡസ്ട്രിയസ്, അങ്ങനെയുള്ളവരാണ് ഉത്സാഹം ഉള്ളവർ. പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക. അവരാണ് വൈശ്യന്മാർ. അതാരായിക്കോട്ടെ, ആരുടെ മകനും ആയിക്കോട്ടെ. ഇതിനൊന്നിനും സാമർഥ്യമില്ലാത്ത മറ്റുള്ളവർ പറയുന്നതും കാണിച്ചു കൊടുക്കുന്നതും അനുസരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത്രയ്ക്കേ കഴിവുള്ളൂ. അത് ഒരുപാട് പേര്, ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണ്. അവരാണ് സെർവൻറ്റ് അഥവാ ശൂദ്രൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ലെവലിൽ പ്രവർത്തിക്കുന്നത്. അത് എല്ലാ കാലത്തും ലോകത്ത് ഉണ്ടാവും, എല്ലാ ദേശത്തും ഉണ്ടാവും. അത് ഭാരതത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഈ ക്ലാസ് വ്യത്യാസം. അപ്പോൾ അതിന് നമുക്ക് പുതിയ പേരുകൾ വേണം കൊടുക്കാം, പഴയ പേര് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള ആ ഒരു വർണ്ണവ്യവസ്ഥ, അതിന് പുതിയ പേരുകൾ കൊടുത്തോളൂ. അത് വളർന്നു വരട്ടെ. അതാവട്ടെ നമ്മുടെ ഇടയിലുള്ള ക്ലാസിഫിക്കേഷൻ. അത് സ്വഭാവത്തിനനുസരിച്ചും കർമ്മത്തിനനുസരിച്ചും ആകണം, അല്ലാതെ ജനനത്തിനനുസരിച്ച് അല്ല. അവരുടെ മെറിറ്റും ആപ്റ്റിറ്റ്യൂഡും നോക്കിയിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. ഏത് വിഷയത്തിലാണ്, ഏത് കർമ്മത്തിലാണ് ഒരാൾക്ക് ആപ്റ്റിറ്റ്യൂഡ്, ടേസ്റ്റ്, വാസന, അയാൾക്ക് അതിനുള്ള മെറിറ്റും ഉണ്ടോ? വെറുതെ വാസന ഉണ്ടായാൽ പോരാ, മെറിറ്റും കൂടി ഉണ്ടാവണം. ഡോക്ടറാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മെറിറ്റും കൂടി പ്രകടിപ്പിച്ചാലേ എൻട്രൻസ് പാസ്സായി, നീറ്റ് പാസ്സായി മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ഡോക്ടറാവണമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മെറിറ്റും കൂടി പ്രകടിപ്പിക്കണം. അപ്പം അങ്ങനെ എല്ലാ രംഗത്തും മെറിറ്റ് നോക്കിയിട്ട് ആളുകളെ ആ രംഗത്ത് പ്രവർത്തിക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രാജ്യം, ലോകം അഭിവൃദ്ധിയിലേക്ക്, ക്ഷേമത്തിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് അതിൽ സന്തോഷമുണ്ടാകും, തനിക്കിഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുന്നതുകൊണ്ട്. ഇതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വങ്ങൾ. ഇത് കാലം കൊണ്ട് ഈ ജാതി വ്യവസ്ഥയായിട്ട് അധപ്പതിച്ചതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഈ വിഭജന, വിഘടന, ഭേദഭാവങ്ങൾക്കെല്ലാം കാരണം. അത് നീക്കാൻ അറിവുള്ളവർ, വിവേകമുള്ളവർ മുമ്പിൽ നിന്ന് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാം. എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കാം. എല്ലാവരെയും ചേർത്ത് പിടിക്കാം. എല്ലാവർക്കും നല്ലത് ഉപദേശിച്ച് നല്ല വഴിക്ക് നയിക്കാൻ ശ്രമിക്കാം.
അപ്പം നമ്മുടെ കൂട്ടത്തിൽ വഴിതെറ്റിപ്പോകുന്നവരെ കൂടി ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം ഇങ്ങനെ ഇന്നലെ 7 പദ്ധതി പ്രഖ്യാപനത്തിൽ 7 ധർമ്മരക്ഷാ പ്രവർത്തന പ്രഖ്യാപനത്തിൽ ഒന്നാമത്തേത് ഇതായിരുന്നു. ഈ ജാതിയെ സംബന്ധിച്ച് ഹിന്ദുക്കൾ നമ്മൾ ഒന്നാണ്, നമ്മളുടെ ജാതി വ്യത്യാസങ്ങളെല്ലാം ഉപരിപ്ലവമാണ്, പഴയ ഒറിജിനൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ അതില്ല, പിന്നീട് വന്നു ചേർന്നതാണ്, അതില്ലാതാവേണ്ടതാണ്, അതിനെ നമുക്ക് തള്ളിക്കളയാം മനസ്സിൽ നിന്ന്. ഇതാണ് നമ്മുടെ ഒരു പ്രതിജ്ഞ, ഒരു സങ്കല്പം. അതെല്ലാവരുടെ ഉള്ളിലേക്കും അതിൻ്റെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അവരുടെ ഉള്ളിൽ കറയുണ്ടെങ്കിൽ പോകണം. ഓരോരുത്തരുടെ ഉള്ളിലും ആർക്കെങ്കിലും ഞാൻ കേമനാണ്, ഞാൻ ഇന്ന ജാതിയിൽ ഇതായിട്ടുള്ളതായിട്ടുള്ള സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, മറ്റൊരാൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇതാണ് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഈ പറഞ്ഞ വേടനെ പോലെയുള്ളവരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി മുതലെടുത്ത്, അതും അവർക്ക് വേണ്ടിയിട്ടല്ല, അയാൾ മറ്റുള്ള ഒരു വിഭാഗത്തിൻ്റെ കയ്യിലെ ചട്ടുകങ്ങളാണ്. നമ്മളെ ഹിന്ദുക്കളെ ഒന്നാവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഈ ഭാരതത്തെ തകർക്കാൻ ഹിന്ദുക്കളെ തകർക്കണം. ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാൽ ഇവിടെ BJP, മോഡി അതുപോലെയുള്ള കഴിവുള്ളവർ, അഴിമതിയില്ലാത്തവർ രാജ്യം ഭരിക്കും. അരാജകത്വം ഇവിടെ കൊണ്ടുവരാൻ പ്രയാസമാണ്. അവരുടെ തോന്നിയവാസം ഇവിടേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണ്. അവരുടെ മതത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പ്രയാസമാണ്. ജിഹാദ് എന്ന് പറയുന്ന ആ രാഷ്ട്രം വരാൻ അതിനു വേണ്ടി ഫണ്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നല്ലോണം പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഇടയിൽ വിഘടനവാദം വളർത്തുക. നമ്മളെ അവർണര് സവർണര് എന്ന് പറഞ്ഞ് എന്നും തമ്മിലടിപ്പിക്കുക, അകറ്റി നിർത്തുക. ഇതാണ് അവരുടെ ഉദ്ദേശ്യം. നമ്മൾ അതിന് അനുവദിച്ചു കൊടുക്കരുത്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ കൂടപ്പറപ്പുകളായിട്ട് അവരെ കാണണം. അവർക്ക് ഈ അറിവ് നേടാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ശ്രമിക്കാം നമുക്ക്. അപ്പോൾ സന്ദർഭവശാൽ ഒന്നാമത്തെ പ്രഖ്യാപനം പറഞ്ഞു, ബാക്കിയുള്ളത് നമുക്ക് പിന്നെ സന്ദർഭവശാൽ പറയാം. ശരി. ഇപ്പോൾ പറഞ്ഞു വന്നത് ആദ്യത്തെ ഇച്ഛ, ആദ്യത്തെ കാമം ഭഗവാനിൽ നിന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്കായിക്കൊണ്ട്. അപ്പോൾ അത് തന്നെയാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പാണ്, പ്രപഞ്ചത്തിൻ്റെ അഭിവൃദ്ധിയാണ്. അല്ലേ? ജഗതഃ സ്ഥിതികാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഇച്ഛ, ഈ പ്രപഞ്ചം നിലനിൽക്കണം, എൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാം നിലനിൽക്കണം, ഞാനും സുഖമായി ആനന്ദമായി നിലനിൽക്കണം, മറ്റുള്ളവർക്കും സുഖമുണ്ടാകണം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ഒരു ഇച്ഛ, അതിനു വേണ്ടിയുള്ള പ്രയത്നം, അതാണ് ധർമ്മം. അപ്പോൾ ആ ആഗ്രഹങ്ങൾ തെറ്റല്ല. ആ ആഗ്രഹങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ധാർമ്മികമായ ആഗ്രഹങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ നടത്തും. അല്ലെങ്കിൽ എന്താവും? ഈ ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാതെയായാൽ ഈ ലോകം നിലനിൽക്കില്ല. ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ജനറേഷൻ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ല. ആരും തയ്യാറല്ല. ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങൾക്ക് പ്രസവിക്കാൻ വയ്യ. അല്ലേ? ഇത് കേൾക്കുന്നില്ലേ? നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? ചുറ്റും കേൾക്കുന്നില്ലേ? ഇത് അധാർമികമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ പെൺകുട്ടികളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യവംശം മുടിഞ്ഞു പോകും. പക്ഷെ മനുഷ്യവംശം മുടിയില്ല, കുറേ കാലം കൂടി നിലനിൽക്കും. ഏത് നല്ലവരുടെ വംശം മുടിഞ്ഞു പോകും, സനാതനധർമ്മികൾ മുടിഞ്ഞു പോകും. എന്താ പറയുക, അധാർമിക ശക്തികളുടെ പ്രബലരായിത്തീരും. അവരുടെ സംഖ്യ കൂടിക്കൂടി ഭയാനകമായി വർദ്ധിച്ചു വരുന്നു. ഇവിടെയുള്ളവരുടെ സംഖ്യ അല്ലെങ്കിൽ തന്നെ കുറഞ്ഞു വരുന്നു. 2 വ്യക്തികൾ
ചേർന്നാണ് ഒരു കുടുംബം അല്ലെ വിവാഹം കഴിക്കുന്നത്. 2 പേര്, ആ 2 പേരും കൂടി വിവാഹം കഴിച്ചാൽ 2 സന്തതി ഉണ്ടായാൽ പോരാ. 2 സന്തതി ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കാത്തവരും സന്തതികൾ ഇല്ലാത്തവരുമായിട്ടുള്ളവർക്ക് ഈക്വലൈസ് ചെയ്യാൻ, കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളായില്ല. കല്യാണം കഴിയാത്തവരും കുട്ടികളില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അപ്പോഴും എന്ത് സംഭവിക്കണത്, 2 പേര് വിവാഹം കഴിച്ച് അവർക്ക് 2 കുട്ടികൾ ഉണ്ടായാൽ തന്നെ കുറഞ്ഞാണ് പോകുന്നത്. ഈക്വൽ അല്ല. കാരണം കല്യാണം കഴിയാത്തവരും പല അംഗവൈകല്യങ്ങളുള്ളവരും പല പ്രശ്നങ്ങളുള്ളവരും വന്ധ്യതയുള്ളവരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നാമതൊന്നും കൂടി ഈ 2 പ്രസവിച്ചവർ പ്രസവിച്ചാലേ ആ സമൂഹത്തിന് എന്താ പറയുക, ഈക്വൽ ചെയ്തു പോകാൻ പറ്റുള്ളൂ. 4 ഉണ്ടെങ്കിലേ പ്രൊമോഷനുള്ളൂ, മുന്നോട്ട് പോകുള്ളൂ. സംഖ്യ കൂടണമെങ്കിൽ 2 പേര് വിവാഹം കഴിച്ചാൽ 4 പേരെങ്കിലും വേണം. അപ്പോഴേ മറ്റുള്ള പല ദോഷങ്ങളുള്ളവരുടെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ അതിൽ നിന്ന് പുറകോട്ട് പോയി. സ്വാർത്ഥതയാണ് ഇതിൻ്റെയൊക്കെ കാരണം. നമ്മുടെ സ്വാർത്ഥത വർദ്ധിച്ചു. സെൽഫിഷ്നെസ്, സെൽഫ് സെൻറ്റേർഡ് ആയി കുട്ടികളെ പ്രസവിക്കാൻ വയ്യ, വളർത്താൻ വയ്യ, പല പല കാര്യങ്ങൾ പറയണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പം കല്യാണം തന്നെ കഴിക്കണ്ട എന്നുള്ള സ്വാർത്ഥത. അപ്പോൾ താൻ ജനിച്ചത് 2 പേര് കല്യാണം കഴിച്ചിട്ടാണ്, അവർ കഷ്ടപ്പെട്ടിട്ടാണ് തന്നെ ഇത്രയും വളർത്തി വലുതാക്കിയിരിക്കുന്നത് എന്ന് തൻ്റെ അച്ഛനമ്മമാരോടോ സമൂഹത്തോടോ മനുഷ്യരാശിയോടോ പോലും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ, അങ്ങനെ ചിന്തിക്കാതെ ഞാൻ എൻ്റെ സുഖം, എനിക്ക് കല്യാണം കഴിയാതിരുന്നാൽ എനിക്ക് സുഖം, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് വർദ്ധിക്കാനുള്ള പലതരത്തിലുള്ള മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനുള്ള ലിറ്ററേച്ചറുകൾ, അതിനുള്ള വീഡിയോകൾ, അതിനുള്ള സിനിമകൾ, അതിൻ്റെ പ്രസംഗങ്ങൾ പെൺകുട്ടികളെ ഈ വിപരീതമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ധാരാളമായിട്ടിന്ന് എല്ലാ മീഡിയകളിലും, സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റു മീഡിയകളിലാണെങ്കിലും ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളെ സ്വാർത്ഥരാക്കുക, സെൽഫ് സെൻറ്റേർഡ് ആക്കുക. അച്ഛനമ്മമാർ ലാളിച്ച് ആ കുട്ടികൾ ആര് പറഞ്ഞാലും കേൾക്കാതെയുമായി അമിതമായ ലാളനമുണ്ട്. കുട്ടികളോട് ഉത്തരവാദിത്വം പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ മനുഷ്യ സമൂഹത്തിനോട് കടപ്പാടുണ്ട്. ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളും നല്ല രീതിയിൽ വിവാഹം കഴിച്ച് സന്തതികളെ ഈ ലോകത്തിലേക്ക് കൊടുക്കുമ്പോഴേ, നല്ല മനുഷ്യരെ കൊടുക്കുമ്പോഴേ ഈ മനുഷ്യരാശി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു ബോധം കുട്ടികൾക്ക് വളരുമ്പോൾ കൊടുക്കണം. അതല്ലെങ്കിൽ അവർ സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ്, ഞാനും എൻ്റെ ലോകവും, എൻ്റെ സൗകര്യം, എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ പഠിക്കുന്നു, എനിക്ക് ജോലി കിട്ടുന്നു, എനിക്ക് സമ്പാദിക്കുന്നു, എൻ്റെ ഇഷ്ടം പോലെ ആരും എന്നെ ചോദിക്കാനുണ്ടാവരുത്, എന്നെ നിയന്ത്രിക്കാനുണ്ടാവരുത്, ഞാൻ ഏത് പാതിരാത്രിക്കും നടക്കും, ഏത് വസ്ത്രവും ധരിക്കും, ഏത് ഭക്ഷണവും കഴിക്കും, ആരുടെ കൂടെയും എന്താ പറയുക ലിവിങ് ടുഗദർ എന്ന പേരിൽ ജീവിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അങ്ങനെ മാറി 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 പാർട്ട്നേഴ്സിനെ മാറി കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും പാർട്ട്ണർ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊന്നു എന്ന് പറഞ്ഞ് കാണാം, നമുക്ക് പേപ്പറിലും മാധ്യമങ്ങളിലും കാണാം. അല്ലെങ്കിലോ കുറേ കാലം കഴിയുമ്പോൾ ഈ ശരീരം ശോഷിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുമ്പോൾ, യൗവനമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആർക്കും വേണ്ടാത്ത സമൂഹത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറും. ആരും തിരിഞ്ഞു നോക്കാനും ഉണ്ടാവില്ല. ഇതൊന്നും ചിന്തിക്കാതെ ഓരോരുത്തരും സെൽഫ് സെൻറ്റേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ എന്താ പറയുക ന്യൂക്ലിയർ ഫാമിലി വ്യവസ്ഥകളാണ്. അതിൻ്റെ ഏറ്റവും മൂലകാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന കുടുംബാസൂത്രണം എന്നുള്ള ആ പദ്ധതിയാണ്. അത് ഏറ്റവും അധികം ബാധിച്ചത് ഹിന്ദുക്കളെ മാത്രമാണ്. ഹിന്ദുക്കൾ ചെറുപ്പക്കാർ കല്യാണം കഴിയുന്നതിന് മുമ്പേ തന്നെ പലരും കുടുംബാസൂത്രണം ചെയ്തു. എന്തോ 100 രൂപ കിട്ടി, ഒരു ടിഫിൻ ബോക്സ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അവർ കല്യാണം കഴിച്ചു.
കുടുംബാസൂത്രണം കഴിഞ്ഞ് ഒരു കല്യാണം കഴിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ചതിക്കുകയായിരുന്നു പല പെൺകുട്ടികളെയും. കുറെ കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഉപേക്ഷിച്ചു പോയി. അവർ കുടുംബാസൂത്രണം ചെയ്യാത്ത ആണുങ്ങൾ വല്ലവരും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോയി. അങ്ങനെയൊക്കെ പല കഥകളും നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു. അപ്പം അതിൽ മുഖ്യ കൾപ്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അന്നത്തെ പ്രൈം മിനിസ്റ്റർ. മറ്റ് മതസ്ഥർ അത് സ്വീകരിച്ചിരുന്നില്ല, അവരിപ്പോഴും സ്വീകരിച്ചിട്ടില്ല. അവരിപ്പോഴും സ്വതന്ത്രരായിട്ട് അവരുടെ രീതിയിൽ പ്രൊഡക്ഷൻ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ച് എന്താണ് ധർമ്മം, നമ്മുടെ വംശം നിലനിർത്തൽ ധർമ്മമാണ് എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ വളർന്നത് ഞങ്ങളുടെ ത്യാഗം കൊണ്ടാണ്. അച്ഛനമ്മമാർ പലരും കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ അന്നേ ഉപേക്ഷിച്ച് പോകാമായിരുന്നില്ല, അല്ലെങ്കിൽ ജനിപ്പിക്കാതിരിക്കാമായിരുന്നില്ല, അല്ലേ? അപ്പം ഞങ്ങൾ നിങ്ങളെ ജനിപ്പിച്ചു, വേണ്ടതെല്ലാം ചെയ്ത് വളർത്തിത്തന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഉത്തരവാദിത്വമുണ്ട് എന്ന് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ സ്നേഹത്തോടെ ആ ധർമ്മബോധം ജനിപ്പിക്കാം. അല്ലാതെ അടിച്ചേൽപ്പിക്കുകയല്ല പറയുന്നത്. ഇപ്പോഴത്തെ എല്ലാം കഴിഞ്ഞ് പ്രായമായിട്ട് നമ്മൾ കുറേ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിലാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹിന്ദു സമൂഹത്തിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ ധർമ്മമാണ്. ഈ ധർമ്മം നിലനിർത്താനുള്ള, മനുഷ്യരാശിയെ നിലനിർത്താനുള്ള ഈ കാമം ധാർമ്മികമായിട്ടുള്ള കാമമാണ്, ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ തന്നെയാണ് കാമദേവൻ. ലക്ഷ്മീദേവി കാമദേവമൂർത്തിയായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കണ്ടു. നമ്മുടെ നവവർഷങ്ങളെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ, ഏതു വർഷത്തിലാണെന്ന് ഓർമ്മയില്ല, രമ്യകം ഹിരൺമയം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ലക്ഷ്മീദേവി സാക്ഷാൽ കാമദേവ മൂർത്തിയായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അംശം തന്നെയാണ് കാമൻ. അപ്പോൾ കാമസ്തു വാസുദേവാംശോ ദഗ്ധഃ പ്രാഗ് ഒരു കഥ പറയുകയാണ്. പ്രാക്ക് രുദ്രമന്യുന ദഗ്ധഃ, പ്രാക്ക് മുമ്പ് രുദ്രന്റെ മന്യുവിനാൽ, രുദ്രന്റെ കോപത്താൽ ദഗ്ധഃ ദഹിപ്പിക്കപ്പെട്ടു. അപ്പോൾ എപ്പോഴാണത് എല്ലാവർക്കും അറിയാം, പാർവതീദേവി മഹാദേവനെ തപസ് ചെയ്യുന്നതായിട്ടുള്ള കാലത്ത്, അല്ലേ? സതീദേവി ദേഹത്യാഗം ചെയ്ത് മഹാദേവൻ പരമവൈരാഗിയായി തപസ്സിൽ നിഷ്ഠനായി വിരക്തനായി കഴിയുന്ന കാലത്ത് അദ്ദേഹത്തെ തപസ്സിൽ നിന്ന് ഇളക്കാനായി സതീദേവിയുടെ തന്നെ പുനർജന്മമായ ഹിമവാന്റെ പുത്രിയായ പാർവതീദേവി തപസ് ചെയ്യുമ്പോൾ ആ പാർവതീദേവിക്ക് സഹായം ചെയ്യാൻ വേണ്ടി കാമദേവൻ മഹാദേവന്റെ തപസ്സിളക്കാനായിട്ട് ചെന്നപ്പോൾ മഹാദേവൻ കോപിച്ച് കണ്ണു തുറന്നു, മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കിയ കഥ നമുക്കറിയാം. അതാണ് ദഗ്ധഃ പ്രാഗ് രുദ്രമന്യുന ദേഹോപപത്തയേ ഭൂയഃ തമേവ പ്രത്യപദ്യത. ദേഹോപപത്തയേ ദേഹപ്രാപ്തയേ, തനിക്ക് ദേഹം ലഭിക്കാനായിക്കൊണ്ട് ഭൂയഃ വീണ്ടും തമേവ രുദ്രം ഏവ, ആ രുദ്രനെ തന്നെ പ്രത്യപദ്യത പ്രാപിച്ചു, ശരണം പ്രാപിച്ചു എന്നർത്ഥം. അപ്പോൾ കാമദേവന് ശരീരം കിട്ടാൻ വേണ്ടി വീണ്ടും മഹാദേവനോട് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? വാസ്തവത്തിൽ രതീദേവിയാണ് പ്രാർത്ഥിച്ചത്. കാമദേവന്റെ പത്നിയാണ് രതീദേവി. ആ രതീദേവി മഹാദേവന്റെയും പാർവതീദേവിയുടെയും വിവാഹം കഴിഞ്ഞ ശേഷം പാർവതീദേവിയെ സമീപിച്ചുകൊണ്ടാണ് ചോദിച്ചത്, അങ്ങയുടെ തപസ്സിൽ സഹായിക്കാൻ, അല്ലെങ്കിൽ മഹാദേവനെ പ്രാപിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ത്യജിച്ചു. ഇപ്പം ഞാൻ വിധവയായിട്ട് ഭർത്തൃസാമീപ്യമില്ലാതെ കഴിയുന്നു, അമ്മ സുമംഗലിയായി സുഖമായി കഴിയുന്നു. അപ്പം എനിക്കും
എൻ്റെ സൗമംഗല്യം തിരിച്ചു കിട്ടണ്ടേ, എൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം എനിക്കും കിട്ടണ്ടേ. അപ്പോൾ അമ്മ വിചാരിച്ചാൽ സാധിക്കും. മഹാദേവനാണ് കാമദേവനെ ദഹിപ്പിച്ചത്, അദ്ദേഹത്തോട് പറഞ്ഞാൽ പുനർജീവിപ്പിക്കും എന്ന് മഹാദേവനെ ശരണം പ്രാപിച്ചു, അല്ലെങ്കിൽ പാർവതീദേവി റെക്കമെൻഡ് ചെയ്തു എന്നർത്ഥം. ദേഹോപപത്തയെ ഭൂയ തമേവ പ്രത്യപദ്യത. തുടർന്ന് സ്വയേവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യ സമുദ്ഭവഃ പ്രദ്യുമ്ന ഇതി വിഖ്യാതഃ സർവതോ അനവമഃ പിതുഃ. സ്വയേവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യ സമുദ്ഭവഃ പ്രദ്യുമ്ന ഇതി വിഖ്യാതഃ സർവതോ അനവമഃ പിതുഃ. സയേവ അവൻ തന്നെ, അതേ കാമൻ തന്നെ, കൃഷ്ണവീര്യ സമുദ്ഭവഃ കൃഷ്ണന്റെ വീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ചവനായിട്ട് വൈദർഭ്യാം ജാതഃ വിദർഭ രാജകുമാരിയായിരുന്ന രുക്മിണിയിൽ ജാതനായി ജനിച്ചു. പ്രദ്യുമ്നഃ ഇതി വിഖ്യാതഃ പ്രദ്യുമ്നൻ എന്ന് വിഖ്യാത പ്രസിദ്ധനായിട്ട്. പ്രദ്യുമ്നൻ പ്രകർഷേണ ദ്യുമ്നൻ, നന്നായി പ്രകാശിക്കുന്നവൻ, നന്നായി ശോഭിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. നല്ല കാന്തിയുള്ളവൻ. അപ്പോൾ വിഖ്യാതഃ അവൻ എങ്ങനെയുള്ളവനായിരുന്നു? സർവതഃ അനവമഃ പിതുഃ. പിതുഃ സർവതഃ അനവമഃ, എല്ലാ പ്രകാരത്തിലും. സർവതഃ പിതുഃ പിതാവിൽ നിന്ന്, പിതുഃ എന്നുള്ളത് പിതാശബ്ദത്തിന്റെ പഞ്ചമി, പിതുഃ പിതാവിൽ നിന്ന്. അനവമഃ അവമൻ എന്ന് പറഞ്ഞാൽ ചെറുതായി കാണുന്നവൻ. അവമീയതേതി അവമഹ ചെറുതായി അളക്കപ്പെടുന്നവൻ, നിസ്സാരൻ, നീചൻ എന്നൊക്കെ അർത്ഥത്തിലാണ് അവമഹ പ്രയോഗം. ചെറിയവൻ എന്നൊക്കെ അർത്ഥം. അതിൻ്റെ അനു എന്നുള്ളതായിട്ടുള്ള ഉപസർഗം ചേർക്കുമ്പോഴോ അനവമഹ ഓപ്പോസിറ്റായി. അവമനല്ലാത്തവൻ, അച്ഛനേക്കാൾ ഒട്ടും ചെറിയവനല്ലാത്തവൻ, ഒന്നുകൊണ്ടും ന്യൂനതയില്ലാത്തവൻ. അപ്പൊ അച്ഛന് തുല്യൻ എന്നർത്ഥം. ആരാച്ചൻ? ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ ശ്രീകൃഷ്ണനെ പോലെ തന്നെ എല്ലാം കൊണ്ടും, സർവതഃ എന്ന് പറയുന്നത് കൊണ്ട് എല്ലാം കൊണ്ടും ഭഗവാന് തുല്യനായിരുന്നു എന്ന് പറയാം. നല്ല കാന്തിയും പ്രകാശവും അതുപോലെ തന്നെ വീര്യവും എല്ലാ ശക്തിയും പ്രഭാവവും എല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കൃഷ്ണന് തുല്യനായിട്ടുള്ള പുത്രനായിരുന്നു പ്രദ്യുമ്നൻ എന്ന് പറയുന്നത്. അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം, മഹാദേവൻ തന്നെ അന്ന് പാർവതിയോടും രതിയോടുമായിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഇപ്പോൾ ഞാൻ ദഹിപ്പിച്ച ആളെ ഞാൻ തന്നെ വീണ്ടും ജീവിപ്പിക്കുന്നത് വ്യവസ്ഥയ്ക്ക് വിപരീതമാണ്, ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം വാസുദേവന്റെ പുത്രനായി ജനിക്കും, രുക്മിണിയുടെ മകനായിട്ട് വാസുദേവപുത്രനായിട്ട് ജനിക്കും. ആ സമയത്ത് ഈ രതിദേവിക്ക് അദ്ദേഹത്തെ പ്രാപിക്കാം എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രദ്യുമ്നായി കാമദേവൻ ജനിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന് തുല്യൻ തന്നെ എന്ന് പറയണം എല്ലാം കൊണ്ടും. തം ശംബരകാമരൂപീ ഹൃത്വാ തോകമനിർദശം സവിദിത്വാത്മനഃ ശത്രും പ്രാസ്യോദന്വത്യഗാദ്ഗൃഹം. തം ശംബരകാമരൂപീ ഹൃത്വാ തോകമനിർദശം സവിദിത്വാത്മനഃ ശത്രും പ്രാസ്യോദന്വത്യഗാദ്ഗൃഹം. തം അവനെ, ആ പ്രദ്യുമ്നനെ, ശംബരഃ ശംബരൻ എന്നൊരു അസുരൻ എങ്ങനെ വന്നു? കാമരൂപീ, അവന് ഇഷ്ടമുള്ള രൂപമെടുത്തിട്ട്, കാമത്തിനനുസരിച്ച് രൂപം. ഇവിടെ എന്താ ചെയ്തത്? രുക്മിണി ഗർഭിണിയായിരിക്കുമ്പോൾ രുക്മിണിയെ സഹായിക്കാനുള്ള ഒരു ദാസന്റെ ഭാവത്തിൽ ഒരു എന്താ പറയുക, ഒരു ബ്രഹ്മചാരിയെ പോലെ എന്തോ പ്രച്ഛന്ന വേഷത്തിൽ വന്നു എന്നർത്ഥം. അതാണ് കാമരൂപി. അപ്പോൾ ഒരു ഗൃഹത്തിൽ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഭൃത്യഭാവത്തിൽ വന്നു ചേർന്നു. എന്നിട്ട് ആ തോകം അനിർദശം ഹൃത്വ, തോകം എന്ന് പറഞ്ഞാൽ തോകനെ, ബാലനെ എന്നർത്ഥം, ശിശുവിനെ എന്നർത്ഥം. ശിശു അതിന്റെ പര്യായമാണ് തോക ശബ്ദം. അനിർദശം എന്ന് പറഞ്ഞാലോ 10 ദിവസങ്ങൾ പ്രാപിക്കാത്തവൻ. നിർദശം എന്ന് പറഞ്ഞാൽ ദശം നിർഗമിച്ചത്, 10 കഴിഞ്ഞത്.
നമ്മൾ കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പറയുന്നത് 10 കഴിഞ്ഞോ 15 കഴിഞ്ഞോ 28 കഴിഞ്ഞോ അങ്ങനെയല്ലേ, കഴിഞ്ഞു. അപ്പം നിർഗമിക്കുക. അപ്പോൾ ഇവിടെ അനിർദ്ദശം എന്ന് പറയുമ്പോൾ 10 കഴിയാത്തത്. നിർദ്ദശം 10 കഴിഞ്ഞത്, അനിർദ്ദശം 10 കഴിയാത്തത്. അപ്പോൾ 10 ദിവസം ആയിട്ടില്ല കുട്ടി ജനിച്ചിട്ട്, ആ തോകത്തെ, ആ ശിശുവിനെ ഹൃത്വ ഹരിച്ചിട്ട്. അതെന്തുകൊണ്ട് അവൻ ഹരിച്ചത്? അവൻ എന്തിനാ പ്രച്ഛന്ന വേഷത്തിൽ വന്നത്? സ വിദിത്വ ആത്മനഃ ശത്രും. അവൻ അറിഞ്ഞിരുന്നു. ആര്? ശമ്പരാസുരൻ അറിഞ്ഞിരുന്നു ഇവൻ എന്റെ ശത്രുവാണ്. ആത്മനഃ ശത്രും വിദിത്വ. അതെന്താ? അത് ശമ്പരാസുരൻ മുമ്പ് ബ്രഹ്മദേവനെ മറ്റേ തപസ് ചെയ്ത് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ മരണമില്ലായ്മ വരം ചോദിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മരണം ഉണ്ടെങ്കിൽ കാമദേവനിൽ നിന്ന് മരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താ കാരണം? ആ സമയത്ത് കാമദേവൻ ദഹിച്ചിരുന്നു. അപ്പം ഇനി കാമദേവൻ തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പോടുകൂടി എനിക്ക് മരണമുണ്ടെങ്കിൽ കാമദേവനിൽ നിന്ന് മരണം എന്ന്. അങ്ങനെ വരം മേടിച്ച ആളായിരുന്നു. പിന്നീടാണ് രതീദേവിയുടെ പ്രാർത്ഥന കൊണ്ട് മഹാദേവൻ കാമദേവൻ പുനർജനിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വിവരം അവൻ എങ്ങനെയോ അറിഞ്ഞു. അവന്റെ അന്തകനായ കാമദേവൻ ഇതാ കൃഷ്ണപുത്രനായി പ്രദ്യുമ്നായി ജനിക്കും എന്നുള്ള വിവരം അവൻ എങ്ങനെയോ അറിഞ്ഞു. അപ്പം തന്റെ ശത്രുവാണ് ഈ ജനിക്കാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുളയിലേ നുള്ളുക എന്ന് പറഞ്ഞ പോലെ എപ്പോഴാണ് തരം കിട്ടിയാൽ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെയാണ് വേഷം മാറി ഇവിടെ ദാസഭാവത്തിൽ കഴിച്ചുകൂട്ടി രുക്മിണി പ്രസവിച്ചതിന് ശേഷം എന്തെങ്കിലും കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവസരം കിട്ടിയപ്പോൾ കുട്ടിയും എടുത്തുകൊണ്ട് മറഞ്ഞു, സ്ഥലം വിട്ടു. അതാണ് ഹൃത്വാ തോകമനിർദ്ദശം സ വിദിത്വാ ആത്മനഃ ശത്രും. എന്ത് ചെയ്തു? പ്രാസ്യ ഉദന്വതി അഗാത് ഗൃഹം. ഉദന്വതി എന്ന് പറഞ്ഞാൽ ഉദന്വാൻ എന്ന് പറഞ്ഞാൽ ജലാശയം, സമുദ്രം എന്നർത്ഥമാണ്. ഉദകം വെള്ളമാണ്, ഉദകമുള്ളത് ഉദന്വാൻ, ജലാശയം, സമുദ്രം. അതിൽ പ്രാസ്യ പ്രകർഷേണ ആസ്യ, അസിക്കുക എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. അപ്പോൾ നിക്ഷേപിച്ചിട്ട് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രാസ്യ ഉദന്വതി അഗാത് ഗൃഹം. ഗൃഹമഗാത് തന്റെ ഗൃഹത്തിലേക്ക് പോയി രക്ഷപ്പെട്ടു. തന്റെ ശത്രുവിനെ താൻ കൊന്നു. ഈ കൊച്ചുകുട്ടിയെ ഈ സമുദ്രത്തിൽ എറിഞ്ഞാൽ അതിനെ മത്സ്യങ്ങൾ ഭക്ഷിച്ചോളും. അതുകൊണ്ട് അതിന് തിരിച്ചു വരില്ല. തന്റെ കാര്യം സുരക്ഷിതമായി എന്ന് കരുതി ഗൃഹമഗാത് ഗൃഹത്തിലേക്ക് പോയി എന്നാണ്. അങ്ങനെ പക്ഷെ എന്ത് സംഭവിച്ചു? ഈശ്വര നിശ്ചയം അഥവാ വിധി അയാളെ വിട്ടില്ല. തം നിർജകാര ബലവാൻ മീനഃ സോപി അപരൈ സഹ വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവിഭിഃ. തം നിർജകാര ബലവാൻ മീനഃ സോപി അപരൈ സഹ വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവിഭിഃ. ബലവാൻ മീനഃ ഒരു വലിയ മത്സ്യം തം നിർജകാര അവനെ വിഴുങ്ങി എന്നർത്ഥം. ഈ ബാലനെ വിഴുങ്ങി വലിയൊരു മത്സ്യം. സഹ അപി മത്സ്യജീവിഭിഃ മഹതാ ജാലേന അപരൈ സഹ വൃതഃ ഗൃഹീതഃ. സഹാബി എന്ന് പറഞ്ഞാൽ സഹ മത്സ്യ അബി, ആ മീനഹ അബി, ആ വലിയ മത്സ്യമാവട്ടെ മത്സ്യജീവിഭിഃ. മത്സ്യജീവികൾ എന്ന് പറഞ്ഞാൽ മത്സ്യം കൊണ്ട് ജീവിക്കുന്നവർ, മുക്കുവന്മാർ. ആ മുക്കുവന്മാരാൽ മഹതാ ജാലേന വലിയ വല കൊണ്ട്, മഹത്തായ ജാലം വലയാണ്, വലിയ വല കൊണ്ട് അപരൈ സഹ മറ്റു മത്സ്യങ്ങളോട് കൂടെ എന്നർത്ഥം. വൃതഃ ഗൃഹീതഃ ചുറ്റപ്പെട്ട് എല്ലാവരുമായിട്ട് പിടിച്ചു. അപ്പോൾ മുക്കുവന്മാര് വലവീശി മറ്റു മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ വലിയ മത്സ്യത്തെയും പിടിച്ചു. ഒരു വലിയ മത്സ്യമാണ് ഈ കുട്ടിയെ വിഴുങ്ങിയത്. ആ മത്സ്യത്തെയും പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തം ശംബരായ കൈവർത്താഹ ഉപാജഹ്രുഹു ഉപായനം സൂതാ മഹാനസം നിത്വാ വദ്യൻ സ്വദിനാദ്ഭുതം ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്यै നിവേദയത് നാരദോ കഥയത് സർവം തസ്യാഹ ശങ്കിതചേതസഃ ബാലസ്യ തത്വമുൽപത്തിം മത്സ്യോദര നിവേശനം. തം ശംബരായ കൈവർത്താഹ ഉപാജഹ്രുരുപായനം സൂതാ മഹാനസം നീത്വാ വദ്യൻ സ്വതിദിനാദ്ഭുതം
ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്यै നിവേദയത് നാരദോഗതയത് സർവം തസ്യാഹ ശങ്കിതചേതസഃ ബാലസ്യ തത്വമുൽപത്തിം മത്സ്യോദര നിവേശനം. കൈവർത്താഹ എന്ന് പറഞ്ഞാൽ മുക്കുവന്മാർ തന്നെയാണ് കൈവർത്തകന്മാർ. അപ്പൊ മത്സ്യത്തെ പിടിച്ച് ജീവിക്കുന്ന കൈവർത്തന്മാര് തം ഉപായനം ശമ്പരായ ഉപാജഹ്രുഹു. അപ്പൊ ഈ മത്സ്യം കിട്ടിയതിൽ വലിയ മത്സ്യത്തെ ഇപ്പൊ മുക്കുവന്മാർക്ക് സാധാരണക്കാർക്ക് ഈ വലിയ മത്സ്യമൊക്കെ കൊടുത്താൽ വില കിട്ടില്ല അല്ലേ? അതിനൊരു വിലയുണ്ടാവില്ല. അവരുടെ വരുമാനത്തിനനുസരിച്ചല്ലേ അവർക്ക്. അപ്പം നല്ല അവിടെയുള്ള രാജാവിന് തന്നെ ഇത് സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്തു. ഒരു വലിയ മത്സ്യം കിട്ടിയിട്ടുണ്ട്, ഇത് ഇവിടേക്കാണ് നല്ലത് എന്ന് പറഞ്ഞ് രാജാവിനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഈ കൈവർത്തന്മാര് ശമ്പരായ ഉപാജഹ്രു ഉപായനം എന്ന് പറഞ്ഞാൽ സമ്മാനമായിട്ട് ഉപാജഹ്രു ഉപഹരിച്ചു, ഉപഹാരമായി സമർപ്പിച്ചു എന്നർത്ഥം. സന്തോഷിപ്പിക്കാനായി രാജാവിന് കാഴ്ചവെച്ചു. അങ്ങനെ നമ്മളൊക്കെ പണ്ടുകാലത്ത് നല്ല കൃഷിയിലുണ്ടായ നല്ല വിളകൾ അല്ലെ, വലിയ വാഴക്കൊല, വലിയ ചേന, വലിയ മത്തൻ ഒക്കെ ഉണ്ടായ ചുമന്നുകൊണ്ട് പോയിട്ട് രാജാക്കന്മാർക്ക് കാഴ്ചവെക്കുക. അപ്പോൾ അവർക്ക് സന്തോഷമാവും. അവരതിന് സമ്മാനമായിട്ട് കുറച്ച് ധാന്യങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെ പലതും കൊടുക്കും, വസ്ത്രമൊക്കെ കൊടുക്കും. വലിയ സന്തോഷമാണ്, പരസ്പരം സന്തോഷിപ്പിക്കുക. അപ്പോൾ ഈ മത്സ്യജീവികൾ അങ്ങനെ ചെയ്തു. ഉപായനം ഉപാജഹ്രു സമ്മാനമായി ഉപഹരിച്ചു. അപ്പോ സൂത മഹാനസം നീത്വ. സൂത, ഇവിടെ സൂത എന്നുള്ളത് ദകാരം മൂന്നാമത്തെ മൃദു ദകാരമാണ്. പാചകക്കാരെന്നർത്ഥമാണ്. പാചകം ചെയ്യുന്ന ആളുകളെയാണ് ഈ സൂത ശബ്ദം കൊണ്ട്. നമ്മൾ മറ്റ് കഥ പറയുന്ന സൂതൻ, തേരാളി സൂതൻ ഒക്കെ സൂത തകാരമാണ്. ഇവിടെ സൂത. മഹാനസം എന്ന് പറഞ്ഞാൽ അടുക്കള. അപ്പൊ അടുക്കളയിലേക്ക്, പാചകശാലയിലേക്ക് സൂതന്മാർ അതിനെ നീത്വ, അതിനെ നയിച്ചു കൊണ്ടുപോയിട്ട് സ്വദിതിന അവദ്യൻ. സ്വദിതി എന്ന് പറഞ്ഞാൽ അവരുടെ ആയുധം, കത്തി മുതലായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് അവദ്യൻ അതിനെ ഖണ്ഡിച്ചു എന്നർത്ഥമാണ്. തതുദരേ അത്ഭുതം ബാലം ദൃഷ്ട. ആ സമയത്ത് മത്സ്യത്തെ കീറി മുറിച്ചപ്പോൾ അതിന്റെ ഉദരത്തിൽ കേടുപാട് കൂടാതെ ഒരു അത്ഭുത ബാലൻ കിടക്കണു. അതാണ് തതുദരേ അത്ഭുതം ബാലം ദൃഷ്ട മായാവത്यै നിവേദയത്. അവിടെ ഒരു എന്താണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന മേൽനോട്ടക്കാരി അല്ലെ, ഹൗസ് കീപ്പർ എന്ന് പറയാം അന്നത്തെ ഭാഷയിൽ. വീട്ടിലെ കാര്യസ്ഥ, മെയ്ഡ് എന്നൊക്കെ പറയാം. മായാവതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ. ആ മായാവതിക്കായിക്കൊണ്ട് നിവേദയത് സമർപ്പിച്ചു. ഈ കുട്ടിയെ മായാവതിയെ ഏൽപ്പിച്ചു സൂതൻ, പാചകക്കാരൻ. ശങ്കിതചേതസഃ തസ്യാഹ ബാലസ്യ ഉൽപ്പത്തിം മത്സ്യോദര നിവേശനം തത്വം നാരദഃ സർവം അകതയത്. ശങ്കിതചേതസഃ തസ്യാഹ, ഇതിനെക്കുറിച്ച് ശങ്കിച്ചുകൊണ്ടിരിക്കുന്നവളായ അവൾക്ക്, ആർക്ക്? മായാവതിക്ക്, ബാലസ്യ ഉൽപ്പത്തിം, ഈ ബാലൻ എങ്ങനെയാണ് ഉൽപ്പന്നനായത്, ആരുടെ മകനാണ് എന്നുള്ള കാര്യവും അവന്റെ പൂർവജന്മത്തെക്കുറിച്ചും അതുപോലെ മത്സ്യോദര നിവേശനം, ഈ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് എങ്ങനെ വന്നു, ശമ്പരാസുരൻ കടലിൽ നിക്ഷേപിച്ചിട്ടാണ് വന്നതെന്നുള്ളതായിട്ടുള്ള കാര്യവും തത്വം എന്ന് പറഞ്ഞാൽ ഉള്ളത്, പരമാർത്ഥം നാരദ സർവമകതയത്. നാരദൻ വന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ നാരദൻ വന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ കുട്ടി ആരാണ്? കാമദേവനാണ് എന്നുള്ള കഥയും മായാവതിയുടെ കഥയും പറഞ്ഞു. നീ ആരാണ്? നീ മായാവതിയൊന്നുമല്ല, നീ രതീദേവിയാണ്. അപ്പൊ നിന്റെ ഭർത്താവ് തന്നെയാണ് ഈ കുട്ടി എന്നുള്ള കഥ പറഞ്ഞു. അടുത്ത ശ്ലോകത്തിലാണ് മായാവതിയോട് നീ രതിയാണ് എന്ന് പറയുന്നത്. സാ ച കാമസ്യ വൈ പത്നി രതിർ നാമ യശസ്വിനി പത്യുർ നിർദഗ്ധദേഹസ്യ ദേഹോൽപത്തിം പ്രതീക്ഷതി. സാ ച കാമസ്യ വൈ പത്നി രതിർനാമ യശസ്വിനി പത്യുർ നിർദഗ്ധദേഹസ്യ ദേഹോൽപത്തിം പ്രതീക്ഷതി. സാ ച അവളാകട്ടെ കാമസ്യ പത്നി, കാമന്റെ പത്നിയായ യശസ്വിനി രതിഹി വൈ, പേരുകേട്ട ആ രതീദേവി തന്നെ ആകുന്നു. നിർദഗ്ധദേഹസ്യ പത്യുഹു ദേഹോൽപത്തിം പ്രതീക്ഷതി. നന്നായി ദഹിക്കപ്പെട്ട ദേഹത്തോടുകൂടിയവനായ തന്റെ പതിയുടെ ഭർത്താവിന്റെ
ദേഹ ഉൽപ്പത്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് സ്വയം അറിയാം താൻ രതിദേവിയാണ്, താൻ ഇപ്പോൾ മായാവതിയായിട്ട് വേഷം മാറി കാത്തിരിക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ജന്മത്തിനായിക്കൊണ്ട്, തിരിച്ചു വരവിനായിക്കൊണ്ട്. ആ കാര്യം നാരദൻ പറഞ്ഞിട്ടും അവൾക്ക് സ്വയവും പലതും അറിയാം. അപ്പൊ സാച്ച കാമസ്യ വൈ പത്നി രതിർനാമ യശസ്വിനി പത്യുർ നിർദഗ്ധദേഹസ്യ ദേഹോൽപത്തിം പ്രതീക്ഷതി നിരൂപിതാ ശംബരേണ സാ സൂപൗദന സാധനേ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭഗേ. നിരൂപിതാ ശംബരേണ സാ സൂപൗദന സാധനേ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം തദാർഭഗേ. സാ ആ മായാവതി സൂപ ഔദന സാധനേ. സൂപം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന സാമ്പാർ മുതലായതിനേക്കാണ് സൂപം എന്ന് പറയുക. ഔദനം എന്ന് പറഞ്ഞാൽ ചോറ്. അപ്പൊ ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന കാര്യത്തിൽ സാധനെ എന്ന് പറഞ്ഞാൽ അതിനെ തയ്യാറാക്കുന്ന പരിപാടിയിൽ ശംബരേണ നിരൂപിത, ശംബരാസുരനാൽ മായാവതി അവിടുത്തെ കാര്യസ്ഥയായിട്ട് അല്ലെങ്കിൽ മുഖ്യ അടുക്കളക്കാരിയായിട്ട് നിയോഗിച്ചിരുന്നു. അവൾക്കാണ് ശിശും കാമദേവം ബുദ്ധ്വാ, അവൾ ഈ കുട്ടി കാമദേവനാണെന്ന് അറിഞ്ഞിട്ട് തഥാ അർഭകേ സ്നേഹം ചക്രേ, അപ്പോൾ തന്നെ അവൾ ഈ കുട്ടിയുടെ നേരെ എന്തെന്നില്ലാത്ത സ്നേഹത്തെ ചെയ്തു. അപ്പോൾ കൊച്ചുകുട്ടിയായിരുന്നു, ആ കൊച്ചുകുട്ടി കാമദേവൻ തന്നെയാണെന്ന് അറിഞ്ഞ് ഈ മായാവതി സ്നേഹം ചെയ്തുകൊണ്ടിരുന്നു. നാതിദീർഘേണ കാലേന സകാർഷ്ണീരൂഢയൗവനഃ ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം. നാതിദീർഘേണ കാലേന സകാർഷ്ണീരൂഢയൗവനഃ ജനയാമാസ നാരീണാം വീക്ഷന്തീനാം ച വിഭ്രമം. നാതിദീർഘേണ കാലേന കാർഷ്ണീ സഹ രൂഢയൗവനഃ, അധികം ദീർഘമല്ലാത്ത കാലം കൊണ്ട്, പെട്ടെന്ന് തന്നെ നൃത്തം, അധികം താമസിയാതെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കാർഷ്ണീ എന്ന് പറഞ്ഞാൽ കൃഷ്ണസ്യ അപത്യം, കൃഷ്ണപുത്രനായ കാർഷ്ണീ സഹ അവൻ രൂഢയൗവന, യൗവനം വർദ്ധിച്ചു വന്നവനായി, രൂഢമായ യൗവനത്തോടു കൂടിയവനായി. എന്നിട്ടോ വീക്ഷന്തീനാം നാരീണാം വിഭ്രമം ജനയാമാസ, വീക്ഷന്തീനാം നാരീണാം അവനെ കാണുന്നവരായ നോക്കുന്നവരായ സ്ത്രീകൾക്കെല്ലാം വിഭ്രമം ജനയാമാസ, അവരുടെ ഉള്ളിലൊക്കെ ഈ കുട്ടിയെ കാണുമ്പോൾ വളർന്നു വരുന്ന യുവഭാവത്തിലേക്ക് പ്രാപിച്ച ആ പ്രദ്യുമ്നനെ കാണുമ്പോൾ അവരുടെ ഉള്ളിലൊക്കെ എന്തെന്നില്ലാത്തൊരു വിഭ്രമം, മോഹം. കാമദേവനല്ലേ, ആ സൗന്ദര്യം കൊണ്ടും മറ്റു കാന്തികൾ കൊണ്ടും എല്ലാം കൊണ്ടും ആര് കണ്ടാലും ഏത് സ്ത്രീകൾക്ക് നോക്കിയാലും വല്ലാത്തൊരു അടുപ്പം തോന്നുക, അല്ലെങ്കിൽ ആകർഷണം തോന്നുക, മനസ്സ് അദ്ദേഹത്തിലേക്ക് പോവുക, അങ്ങനെ ഒരു വിഭ്രമം ഉണ്ടാവുക. ആ ഒരു അവസ്ഥയെ പ്രാപിച്ചെന്ന് വെച്ചാൽ യൗവനയുക്തനായി തീരുകയാണ് പ്രദ്യുമ്നൻ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ഇനി എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് നമുക്ക് നാളെ വൈകിട്ട് കാണാം. നാളെ വൈകിട്ടേ ഉണ്ടാവുള്ളൂ, രാവിലെ ഒരു യതിപൂജ അല്ലേ, ശ്രീകൃഷ്ണപുരം നിത്യാനന്ദാശ്രമത്തിലെ യതിപൂജയ്ക്ക് പോകണം. യതിപൂജയെക്കുറിച്ച് ഒരു പ്രഭാഷണം ചെയ്യണം അവിടെ, എന്നിട്ട് വേണം യതിപൂജ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം കാണാം. എല്ലാവർക്കും ശുഭരാത്രി. ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ മെയ് 31 എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. പാലക്കാട്ടേക്ക് വരിക, ദൂരെയുള്ളവർക്കൊക്കെ വരാം. ഇനി തലേ ദിവസം വരണമെങ്കിലും വരാം, 2 ദിവസം മുമ്പേ വരണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിൽ വരാം. 31-ാം തീയതി പരിപാടിയിൽ പങ്കെടുക്കുക. സേവ് യുവർ ഡേറ്റ്.
ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.